നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരും ഉടനെ. അങ്ങനെ തന്നില്ലെങ്കിൽ നീ ഇറങ്ങുന്ന അന്നു മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നത് നിർത്തും. സച്ചിയേട്ടന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലാന്ന് തോന്നുന്നു. ഏട്ടത്തെ കാണാതായത് മുതല് തറയിൽ ചവിട്ടി ഒരു നിമിഷം പോലും നിന്നിട്ടില്ല. പാവം എന്തൊരു ടെൻഷനായിരുന്നെന്ന് അറിയോ? ഇനി എവിടെയെങ്കിലും പോകുമ്പോ സച്ചിയേട്ടനോട് പറഞ്ഞിട്ട് പോണേ ഏട്ടത്തെ. ആ പാവം കിടന്ന് ടെൻഷൻ അടിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യത്തിന്. ഇന്നലെ ഇന്നും അങ്കിളിന് മരുന്ന് കൊടുത്തിട്ടില്ല. ഡോക്ടറിനെ വിളിച്ചു ചോദിച്ച് ഞാൻ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അങ്കിൾ സമ്മതിച്ചില്ല. ദാ ഇതിന്ന് ഇപ്പൊ കൊടുക്കേണ്ട ഗുളിക ഏതാന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ കൊടുക്കാനുള്ളത് മാത്രമല്ല, എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതെന്തിനാ? ഏട്ടത്തി തിരികെ വന്നില്ലേ? ഇനി ഞാൻ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല മോളെ, എല്ലാം നീ കൂടി അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. എല്ലാ കാലത്തും എനിക്ക് തന്നെ അച്ഛനും മരുന്ന് കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ചിലപ്പോ നാളെ ഒരു സമയം ഞാൻ ഈ വീട്ടിലുണ്ടായില്ലെങ്കിലോ? അപ്പൊ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയല്ലേ? അതാ എല്ലാം പഠിപ്പിച്ചു തരാന്ന് ഞാൻ പറഞ്ഞത്. ഏട്ടത്തി അതിനി എങ്ങോട്ട് പോവാനാ? പോയാലും ഇതുപോലെ ഏതെങ്കിലും അമ്പലത്തില്, അല്ലെങ്കിൽ ഏട്ടത്തിന്റെ വീട് വരെ, അത്രയല്ലേ ഉള്ളൂ. മനുഷ്യന്റെ കാര്യമല്ലേ മോളെ, പോണെന്ന് തോന്നിയാ പോയല്ലേ പറ്റൂ. അങ്കിൾ ഇങ്ങോട്ട് വന്നോ? മരുന്ന് വാങ്ങിയാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഏട്ടത്തിയോട് ഏതാ ഇപ്പൊ കഴിക്കേണ്ട മരുന്നെന്ന് ചോദിക്കായിരുന്നു. ഇനിയിപ്പോ മോള് മെനക്കെടണ്ട. അർച്ചന മോളിവിടെ ഉണ്ടല്ലോ, നീ താഴേക്കല്ലേ. മോളിരിക്കേ. മോള് പറയുന്നൊക്കെ അച്ഛൻ കേട്ടു. നീ ഇവിടം വിട്ട് എങ്ങോട്ടാ മോളെ? എങ്ങോട്ടാ പോകാൻ പോകുന്നത്? അതിന് നിനക്ക് സാധിക്കോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് കരുതി നിന്നെ ഞങ്ങളൊക്കെ വെറുക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അങ്ങനെ നീ കരുതിയെങ്കിൽ അതിന്റെ അർത്ഥം നീ ഞങ്ങളെ ആരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നാ. അതിലുപരി സച്ചിയെ നിന്നെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ മുതലുള്ള സച്ചിയുടെ വെപ്രാളം മാത്രം മതി അവന് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ. എന്റെ സ്നേഹമോൾ എന്നോട് കയർത്ത് സംസാരിക്കുന്ന സമയത്ത് അച്ഛനുണ്ടാകുന്ന വിഷമത്തിന്റെ ഇരട്ടിയാ നീ സങ്കടപ്പെടുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഉണ്ടാവുന്നത്. എനിക്കറിയാച്ച നിങ്ങളൊക്കെ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ സ്നേഹം തന്നെയാ പലപ്പോഴും എന്നെ തളർത്തുന്നത്. ഞാൻ സച്ചിനോട് മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോ അച്ഛനോടും കൂടി പറയാ. 6 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷവും ഫലമൊന്നും ഇല്ലാതായ ഞാൻ ഇവിടം വിട്ടു പോവും. എങ്ങോട്ടാണെന്ന് അച്ഛൻ എന്നോട് ചോദിക്കരുത്. എല്ലാവരുടെ ഇടയിൽ നിന്നും എനിക്ക് പോയേ പറ്റൂ. അർച്ചന ഇല്ലാതെ വന്നാ സച്ചിൻ എന്നെ പതിയെ മറന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോ എനിക്ക് പകരമായിട്ട് മറ്റൊരു പെണ്ണിനെ സച്ചിന്റെ ജീവിതത്തിലേക്ക് അച്ഛനായിട്ട് തന്നെ കൊണ്ടുവരണം. ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അച്ഛൻ ഒരിക്കലും കേൾക്കുമെന്ന് കരുതിയതല്ല ഞാൻ പറയുന്നതെന്ന്
എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സച്ചേട്ടന്റെയും അച്ഛന്റെയും ഒക്കെ ആഗ്രഹത്തെ മുൻനിർത്തി ഞാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനം അത്. എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു തരുന്ന ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്നു കയറണം. വരണം. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ അങ്ങനെ ആലോചിച്ചത് തന്നെ തെറ്റ്. നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അത് ഈശ്വരന്റെ തീരുമാനമല്ലേ. അതേ ഈശ്വരനെ വിശ്വസിച്ച് തന്നെ അച്ഛൻ പറയാ, നിനക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരും ഉടനെ. അങ്ങനെ തന്നില്ലെങ്കിൽ നീ ഇറങ്ങുന്ന അന്നു മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നത് നിർത്തും. അച്ഛാ, വിലയില്ലാത്ത ജീവൻ മരുന്നുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് എന്താ കാര്യം? എനിക്കെന്നും എന്റെ മോനോടൊപ്പം മോളെ വേണമെന്ന് ആഗ്രഹം. ഈശ്വരന്റെ വിളിക്ക് കാത്തിരിക്കുന്ന ഈ വൃദ്ധനെ മോൾ അവഗണിക്കരുത്. അർച്ചനയുടെ വ്യവസ്ഥ കൊള്ളാം. 6 മാസം. ആ കാലാവധിക്കുള്ളിൽ നീ ഗർഭിണിയാവില്ല. അങ്ങനെ നീ വീട് വിട്ടിറങ്ങുന്ന ദിവസത്തിന് വേണ്ടിയാ ഇനി അവന്തികയുടെ കാത്തിരിപ്പ്. ഇതൊക്കെ ചെയ്തത് നിങ്ങളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾക്കൊരു സമ്മാനം തരണമെന്ന് ഞാൻ കരുതിയിരുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.